ഭൂമിയും ഈ വീടും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ നടപ്പാക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുകയും അതേസമയത്ത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഭൂമിയുണ്ട് വീടില്ല എന്നുള്ള കാറ്റഗറിയിൽ പിന്നെ വീട് ലഭ്യമാക്കുകയും സ്ഥലവും വീടും ഇല്ലെങ്കിൽ നമ്മളത് സ്ഥലവും വീടും ലഭ്യമാക്കുന്ന രീതിയിലാണ് ലൈഫ് മിഷൻ മുഖാന്തരം നമ്മൾ പദ്ധതി നടപ്പാക്കി വരുന്നത്. സർ, ലൈഫ് മിഷൻ ലിസ്റ്റിൽപ്പെട്ട ഭൂരഹിതര് 87,836 പേരാണ്. ഭവനരഹിതര് 1,95,934 പേരാണ് സർ. ലൈഫ് മിഷൻ അനുവദിച്ച വീടുകൾ ആദ്യഘട്ടം പൂർത്തിയാക്കാത്ത വീടുകളുടെ പൂർത്തീകരണം 19,153. വകുപ്പ് കൈമാറിയ തുക വിനിയോഗിച്ച് പുതിയ വീടുകൾ അനുവദിച്ചത് 75,655. മറ്റ് ഫണ്ടുകൾ ഉൾപ്പെടെ വിനിയോഗിച്ച് ആകെ അനുവദിച്ച വീടുകൾ 1,12,405. മൂന്നാം ഘട്ടമായി ഭൂമി ലഭിച്ചവരിൽ ഭവനം വീട് അനുവദിച്ചവർ 10,957. ആകെ പുതിയ ഭവനം ലഭിച്ചവർ 1,23,361. ഭവനം പൂർത്തിയാക്കിയവർ 90,865. ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ വീട് അനുവദിച്ചവർ 1,42,928. ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ ഭവനം പൂർത്തിയാക്കിയവർ 1,10,18. ഭൂമി അനുവദിച്ചത് ലൈഫ് മുഖേന 11,807. പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ചത് 26,882. ആകെ ഭൂമി ലഭിച്ചവർ 38,689. ലൈഫ് മിഷനിൽ ഇനി അവശേഷിക്കുന്നവർ ഭൂരഹിതര് 49,147. ഭവനരഹിതർ 72,572. ഇങ്ങനെയാണ് സാർ ഇതിന്റെ കാര്യങ്ങളുള്ളത്.